Hello friends, welcome to our YouTube channel Spoonful of Journeys. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്ക് പീ ഫ്രൈ അഥവാ കടല ഉലർത്തിയതാണ്. ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് 1 കപ്പ് കടല വെള്ളത്തിൽ 5 to 7 hours കുതിർത്ത് വെച്ച് വേവിച്ചെടുത്തതാണ്. കടല വേവിക്കുന്നതിനായി ഒരു പ്രഷർ കുക്കറിൽ കുതിർത്ത് വെച്ച കടല ഇട്ടിട്ട് അതിലേക്ക് 2.5 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇടുക. ഇനി ഇതിലേക്ക് 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചെറിയ ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തതും 2-3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 സവാള ചോപ്പ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വലിയ സവാളയാണെങ്കിൽ 2 സവാള മതിയാകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. സവാള ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂണും ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് എടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം പൊടികളും സവാളയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാനിത് അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കടല വേവിക്കുമ്പോൾ ഉപ്പിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കടല വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കടല വേവിക്കാൻ ഉപയോഗിച്ച വെള്ളമില്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചാലും മതി. അതിനുശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റി കടലയിൽ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കടല ഫ്രൈ റെഡി. നമ്മുടെ കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക, ഇട്ടില്ലേലും കുഴപ്പമില്ല.
നമ്മളിവിടെ ചെയ്ത ഈ ചിക്ക് പീ ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.